Xylem Learning. It's me, Mufida. മക്കളെ നമ്മുടെ ഓണം എക്സാം ഇതാ നമ്മുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു അല്ലേ. 1-2 ദിവസം മാത്രമാണ് നമ്മുടെ ഫിസിക്സിന്റെ എക്സാമിന് നമുക്കായിട്ടുള്ളത്. നമ്മുടെ എക്സാമിന് നമ്മൾ അറിഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ, ചലന സമവാക്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നിന്നും ഒരുപാട് ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെ. മറ്റ് ഫസ്റ്റത്തെ ചാപ്റ്ററിനേക്കാളും കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ ഒരു ചാപ്റ്ററിനാണ്. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയില് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ നിന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസും അത് ഉപയോഗിച്ചുള്ള കുറച്ച് ന്യൂമറിക്കൽസും ആണ്. അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം അല്ലെ. ഓക്കെ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസ് ആണ് പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഒരു ട്രയാങ്കിൾ വരച്ചാല് എസ് വാസുട്ടി എന്ന് എഴുതല്ലേ. എന്താണ് എസ് വാസുട്ടി അല്ലെ, SVT. ഓക്കെ, SVT, എസ് വാസുട്ടി എന്നാണ്. എസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം, വി എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്, ടി എന്ന് പറയുന്നത് ടൈം ആണ്. വെലോസിറ്റിന്റെ മലയാളം പ്രവേഗം. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് എസ് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാല് എസ് ഈക്വൽ ടു അല്ലെ, ഈ ലൈന് പറഞ്ഞാല് ഡിവൈഡഡ് ബൈ ആണ് കേട്ടോ. ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഇത് ഇൻറ്റു ആണ്. അപ്പം എസ് ഈക്വൽ ടു നമുക്ക് പറയാം വി ഇൻറ്റു ടി ആണ്. ടി ചോദിച്ചാലോ ടി ഈക്വൽ ടു എന്താണ് എസ് ബൈ വി ആണ്. ഇനി വി ആണ് ചോദിച്ചതെങ്കിൽ വി ഈക്വൽ ടു എസ് ബൈ ടി. എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം, ടി എന്ന് പറഞ്ഞാൽ സമയം, വി എന്ന് പറയുന്നത് വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം. ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് നമ്മളുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ, ചലന സമവാക്യങ്ങൾ എന്ന് പറയുന്ന 3 ഇക്വേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാണ് നമ്മളുടെ വി ഈക്വൽ ടു യു പ്ലസ് എ ടി. നെക്സ്റ്റ് വൺ എസ് ഈക്വൽ ടു നമ്മോട് പറയും ഇത്രാമത്തെ സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് അല്ലെ, 3-ാമത്തെ സെക്കൻഡിൽ ഉണ്ടായിട്ടുള്ള സ്ഥാനാന്തരം, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാലാണ് നമ്മൾ ഈ ഇക്വേഷൻ കൊടുക്കുക കേട്ടോ. എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. നെക്സ്റ്റ് ഇക്വേഷൻ വി സ്ക്വയർ സമം യു സ്ക്വയർ പ്ലസ് 2as. ഇതിൽ വി എന്താണ്, യു എന്താണ്, എ എന്താണെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. വി എന്ന് പറഞ്ഞാൽ എന്താണ് വെലോസിറ്റി, പ്രവേഗം അല്ലെ, ഫൈനൽ വെലോസിറ്റി എന്ന് നമ്മൾ പറയും. അതിന് ഫൈനൽ വെലോസിറ്റി എന്നാല് അന്ത്യപ്രവേഗം, അവസാനത്തെ പ്രവേഗം. യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി, ആദ്യ പ്രവേഗം. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം. പിന്നെ എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം. ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇക്വേഷൻ ഉണ്ടല്ലോ വി ഈക്വൽ ടു യു പ്ലസ് എ ടിയിൽ നിന്നും ഉള്ള മറ്റൊരു ഇക്വേഷൻ ആണ് ആക്സിലറേഷൻ, ത്വരണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇത് ഉപയോഗിച്ചിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി. വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി, യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ പ്രവേഗം അല്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി, ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെടുത്തിട്ടുള്ള സമയം. ഇത്രയും ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. സോ ഇതെല്ലാം വെച്ചിട്ട് എങ്ങനെയാണ് പ്രോബ്ലംസ് വരുന്നത് എന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലെ. Okay, and this is our first problem. What is the displacement of an object moving with a velocity of 22 meter by second in 10 സെക്കൻഡ്. അപ്പൊ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ വായിക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്? യെസ്, എസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. മൂവിങ് വിത്ത് വെലോസിറ്റി ഓഫ് എസ്, അതിന്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്. എത്രയാണ്? 22 മീറ്റർ ബൈ സെക്കൻഡ് ആണ്. ടൈം തന്നിട്ടുണ്ട്. ടൈം ഇസ് ഈക്വൽ ടു 10 സെക്കൻഡ് ആണ്. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. എസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മുടെ മൈൻഡിലോട്ട് എന്താ വരേണ്ടത്? എസ് വാസുട്ടി. യെസ്, എസ് വാസുട്ടി നമ്മൾ മൈൻഡിലോട്ട് വരണം കേട്ടോ. എസ് ഈക്വൽ ടു എന്താണ്? വി ഇൻറ്റു ടി. ദാറ്റ് ഇസ് ഈക്വൽ ടു 22 ഇൻറ്റു 10 ചെയ്താൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോടാ? എന്താണ്? 220 മീറ്റർ. ബിക്കോസ് എസിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ് എന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 4 മീറ്റർ ബൈ സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം 4 സെക്കൻഡ് കൊണ്ട് 28 ആവാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടായിട്ടുള്ള ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ത്വരണം അല്ലെ. അപ്പൊ ആക്സിലറേഷൻ എത്ര എന്നാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാ തന്നിട്ടുള്ളത് അല്ലെ? ഒരു കാറ് അല്ലെ, ഒരു കാർ എന്താണ് തുടക്കത്തിൽ അതിന്റെ വെലോസിറ്റി 4 മീറ്റർ ബൈ സെക്കൻഡ് ആണ്. ഒരു 4 സെക്കൻഡിന് ശേഷം അതിന്റെ സ്പീഡ് കുറച്ച് കൂട്ടുകയാണ്. എത്രയാക്കുന്നത്? 28 ആക്കുകയാണ് അല്ലെ.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടായിട്ടുള്ള ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം, സ്പീഡ് കൂട്ടുകയാണെങ്കിലാണ് അല്ലെ അവിടെ ആക്സിലറേഷൻ ഉണ്ട്. അവിടെ സ്പീഡ് കൂട്ടിയിട്ടുണ്ട്, 4:28 ആയിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെ കണ്ടുപിടിക്കും? വി അല്ലെ, വി അറിയാം, നമുക്ക് യു അറിയാം. യു എന്ന് പറഞ്ഞ ആദ്യത്തെ വെലോസിറ്റി, ആദ്യം അത് 4 ആയിരുന്നു അല്ലെ, 4 മീറ്റർ ബൈ സെക്കൻഡ് ആണ്. വി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി, അവസാനത്തെ പ്രവേഗം എന്ന് പറയുന്നത് 28 മീറ്റർ ബൈ സെക്കൻഡ് ആണ്. അതിനെടുത്തിട്ടുള്ള സമയം 4 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇത് ചെയ്യാൻ പറ്റും അല്ലെ. നമ്മൾ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി ചെയ്താൽ മതി. അപ്പം 28 മൈനസ് 4 ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഇസ് ഈക്വൽ ടു 24/4 ചെയ്താൽ 6 എന്ന് മാത്രം എഴുതി കൊടുത്താൽ ഒന്നും നടക്കൂല. എന്ത് ചെയ്യണം? നമ്മൾ ആക്സിലറേഷൻ, ത്വരണമാണ് ഇവിടെ കണ്ടുപിടിച്ചിട്ടുള്ളത്, അതിന്റെ യൂണിറ്റും കൂടെ കൂട്ടത്തിൽ എഴുതി കൊടുക്കണം. ദാറ്റ് ഈസ് മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ. എന്താണ്? മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ. ഇതാണ് നമ്മുടെ അടുത്ത പ്രോബ്ലം. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കാർ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആൻഡ് മൂവ്സ് വിത്ത് ആൻ ആക്സിലറേഷൻ 15 meter by second square. Find the velocity of the car after 20 seconds. അല്ലെ, ഒരു കാറ് നിശ്ചലാവസ്ഥയിൽ നിന്നും, എന്താണ് ഈ റെസ്റ്റ്, നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ക്വസ്റ്റ്യനിൽ റെസ്റ്റ് അതുപോലെ നിശ്ചലാവസ്ഥയിൽ നിന്നും എന്നുള്ള കാര്യം നമ്മൾ കണ്ടാൽ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. നെക്സ്റ്റ്, ത്വരണത്തോടെ, എത്ര ത്വരണം? 15 മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ ത്വരണത്തോടെ സഞ്ചരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 20 സെക്കൻഡിന് ശേഷമുള്ള കാറിന്റെ പ്രവേഗമാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ക്വസ്റ്റ്യനിൽ ഞാൻ കുറേ പ്രാവശ്യം നിങ്ങൾക്ക് പറഞ്ഞതാണ് ഫ്രം റെസ്റ്റ് അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിൽ നിന്ന്, എന്താണ് നിശ്ചലാവസ്ഥയിൽ നിന്ന് എന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ പറയണം എന്താണ്, അവിടെയുള്ള യു അല്ലെ ആദ്യ പ്രവേഗം അല്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി 0 നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുകയാണ്. അത് ഡയറക്റ്റ് പറഞ്ഞു തരില്ല കേട്ടോ, നിങ്ങൾ തന്നെ കണ്ടെത്തി മനസ്സിലാക്കണം. അതുപോലെ തന്നെ ക്വസ്റ്റ്യനിൽ ടു റെസ്റ്റ്, മലയാളം എന്താ, നിശ്ചലാവസ്ഥയിലേക്ക് എന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ, മക്കളെ എന്താണ്, നിശ്ചലാവസ്ഥയിലേക്ക് എന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയെടുത്തോ അവിടെയുള്ള വി 0 പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതൊന്നും ഒരിക്കലും ക്വസ്റ്റ്യൻ ഡയറക്റ്റ് തരില്ല, ഇതുപോലെയുള്ള സെന്റൻസുകളിൽ നിന്നാണ് നമ്മൾ അത് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം, തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതാം അല്ലെ. അപ്പൊ കാർ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്, ദാറ്റ് മീൻസ് യു ഈക്വൽ ടു 0 വിത്ത് ആൻ ആക്സിലറേഷൻ തന്നിട്ടുണ്ട് അല്ലെ, എത്രയാണ്, 15 മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ ആണ്. എന്താണ് ടൈം തന്നിട്ടുണ്ട്, എത്രയാണ്, 20 സെക്കൻഡ് ആണ്. കണ്ടുപിടിക്കേണ്ടത് എന്താണ്, വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി ആണ്. വിയും യുവും എയും ടിയും ഒക്കെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ നമുക്കറിയാം. വി ഈക്വൽ ടു എന്താണ് മക്കളെ, യു പ്ലസ് എ ടി എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ആണ് അല്ലെ. അപ്പൊ ഇത് ചെയ്തു കൊടുത്താൽ മതി. അപ്പം 0 പ്ലസ് 15 ഇൻറ്റു ടി എത്രയാ, 20. അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 15 ഇൻറ്റു 2 30, ഒരു 0 കൂടെ. സോ 300 മീറ്റർ ബൈ സെക്കൻഡ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. മീറ്റർ ബൈ സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മുടെ വെലോസിറ്റിന്റെ യൂണിറ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ സിമ്പിൾ ആണ് അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ദ വെലോസിറ്റി ഓഫ് ദ കാർ ഇൻക്രീസസ് ഫ്രം 2 meter by second to 22 meter by second in 10 second. Okay, the acceleration of the car is 2 meter by second square ആണ്. And what is the displacement of the car during this time? ഞാൻ പറഞ്ഞത് ഇത്രാമത്തെ സെക്കൻഡിൽ ഉള്ള ഡിസ്പ്ലേസ്മെന്റ് അല്ലെ, ഇത്രാമത്തെ ടൈമിൽ ഉണ്ടായിട്ടുള്ള സ്ഥാനാന്തരം എത്ര എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളുടെ രണ്ടാമത്തെ ഇക്വേഷൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഏതാണ്, എസ് സമം യു ടി പ്ലസ് ഹാഫ് എ ഡി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പൊ ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് എടുത്തെഴുതാം അല്ലെ. അപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത്, കാറിന്റെ വെലോസിറ്റി അല്ലെ, സ്പീഡ് എന്താണ്, 2 മീറ്റർ ബൈ സെക്കൻഡ് ആയിരുന്നു. അത് കുറച്ചു നേരം കൊണ്ട് എന്താക്കാണ്, കൂട്ടിയിട്ട് 22 ആക്കാണ് അല്ലെ. അതിനടുത്തുള്ള സമയം 10 സെക്കൻഡ് ആണ്. ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, കുറെ തന്നിട്ടുണ്ട് അല്ലെ. തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതാം. യു സമം എത്രയായിരുന്നു, യു എന്ന് പറഞ്ഞ എത്രയായിരുന്നടാ, യു എന്ന് പറഞ്ഞ 2 മീറ്റർ ബൈ സെക്കൻഡ് ആണ് അല്ലെ. പിന്നെയോ അതിനടുത്തുള്ള സമയം എന്താണ്, 10 സെക്കൻഡ് ആണ്. അതിന് വി എന്ന് പറഞ്ഞാൽ 22 മീറ്റർ ബൈ സെക്കൻഡ് ആണ്. പിന്നെ എന്തൊക്കെയാ നമുക്ക് തന്നിട്ടുള്ളത്, ആക്സിലറേഷൻ തന്നിട്ടുണ്ട്, അത് 2 മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇത്രയും കാര്യങ്ങളെ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എസ് എന്താണെന്നാണ്. ഇത്രയും ഡാറ്റാസ് ഉണ്ടെങ്കിൽ എസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, ദാറ്റ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു
10 പ്ലസ് അര ഇൻറ്റു ഈ അര കഴിഞ്ഞിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ബ്രാക്കറ്റ് ഇടണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ആൻസർ തെറ്റിപ്പോയി നിങ്ങൾ മനസ്സിലാക്കൂല. അതുകൊണ്ടാണ് ബ്രാക്കറ്റ് എടുക്കുക. ദെൻ 2 ഇൻറ്റു 10 സ്ക്വയർ അല്ലേ, അപ്പൊ എത്രയാണ് 2 ഇൻറ്റു 10 20 പ്ലസ് അര ഇൻറ്റു 2 ഇൻറ്റു 10 സ്ക്വയർ, 10 സ്ക്വയർ പറഞ്ഞാൽ 100, അപ്പൊ 100 ഇൻറ്റു 2 200 അല്ലേ, ദാറ്റ് ഇസ് ഈക്വൽ ടു 20 പ്ലസ് 100 ദാറ്റ് ഇസ് ഈക്വൽ ടു 120 മീറ്റർ. സിമ്പിൾ ആണ് അല്ലെ. ഇനി ലാസ്റ്റ് ഇക്വേഷൻ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം കൂടെ നമുക്ക് നോക്കാം. an object falls down from rest, കണ്ടോ ക്വസ്റ്റ്യനിൽ എന്തുണ്ട്, ഫ്രം റെസ്റ്റ് എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, ആൻഡ് മൂവ്സ് വിത്ത് an acceleration 10 meter by second square. ഓക്കെ, അതിന്റെ ആക്സിലറേഷൻ എത്രയാണ്, 10 meter by second square ആണ്. hits the ground with a height of 10 meter. find the velocity of the object just before touching the ground. ഒരു കല്ലിനെ അല്ലെ നമ്മൾ എന്ത് ചെയ്യാണ്, മുകളിൽ നിന്നും താഴേക്ക് ഇടാണ് അല്ലെ, മുകളിൽ നിന്നും ഇങ്ങനെ താഴേക്ക് ഇടാണ്. അപ്പൊ താഴേക്ക് എത്തി ആ ഒരു സമയം ഉണ്ടല്ലോ, അവിടെ ഉണ്ടാകുന്ന വെലോസിറ്റി എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ, കണ്ടുപിടിക്കാൻ പറ്റും, അറിയാം. ഓക്കെ, അപ്പം ക്വസ്റ്റ്യനിൽ എന്തുണ്ട്, നിശ്ചലാവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ ഫ്രം റെസ്റ്റ് എന്ന് കണ്ടതുകൊണ്ട് തന്നെ നമുക്ക് u സമം 0 എന്ന് കൊടുക്കാം അല്ലെ. പിന്നെ എന്താണ്, അതിന്റെ ആക്സിലറേഷൻ എത്ര തന്നിട്ടുണ്ട്, 10 മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ഹൈറ്റ് അല്ലെ, അതായത് ഡിസ്പ്ലേസ്മെന്റ് എസ് നമുക്ക് തന്നിട്ടുണ്ട്, എസ് സമം 10 മീറ്റർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, നമ്മളുടെ വെലോസിറ്റിയിലെ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇതെല്ലാം റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ നമുക്കറിയാം, വി സ്ക്വയർ സമം യു സ്ക്വയർ പ്ലസ് 2as ചെയ്താൽ മതി. യു എന്ന് പറയുമ്പോൾ 0 പ്ലസ് 2 ഇൻറ്റു 10 ഇൻറ്റു 10 അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 200 എന്ന് കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ വി സ്ക്വയർ സമം 200 എന്നാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ വി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ √200 എന്ന് എഴുതി കൊടുത്താൽ മതി അല്ലെ. എത്ര സിമ്പിൾ ആയിട്ടാണ് നോക്കി ആൻസർ കിട്ടിയത്. അപ്പൊ ഇനി ആരും ഈ ഇക്വേഷൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇക്വേഷൻസ് എന്ത് ചെയ്യുക, നിങ്ങളൊരു പേജിൽ ഇങ്ങനെ എഴുതി വെക്കുക. കാരണം ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ 3 ഇക്വേഷൻസും അതുപോലെ തന്നെ നമ്മൾ എക്സ്ട്രാ പറഞ്ഞ ഇക്വേഷനൊക്കെ എന്ത് ചെയ്യുക, ഒരു പേജിൽ നിങ്ങൾ കളർ പെൻസിലോ കളർ പെണ്ണൊക്കെ ഉപയോഗിച്ചിട്ട് എഴുതുകയാണെങ്കിൽ അതിനേക്കാൾ നല്ല പെട്ടെന്ന് നിങ്ങളെ ഹൃദയത്തിലോട്ട് അങ്ങോട്ട് ഗ്രാസ്പ് ആയിക്കോളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ പേജ് കയ്യിൽ വെക്കുക. എന്നിട്ട് ചൂസ് ചെയ്യുക, ഇതിലേതാ, ഇവിടെ യെസ്, ഇവിടെ വിയും യുവും എയും ടിയും ഉണ്ട്, അപ്പോൾ ഓഫ് കോഴ്സ് എനിക്ക് ഇത് കൊടുക്കാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ യെസ്, ഇവിടെ ഇത്രയും കാര്യങ്ങൾ തന്നിട്ട് അപ്പോൾ ഇതിലേതാ കൊടുക്കാൻ പറ്റുക. അപ്പൊ നമ്മുടെ യുക്തിക്ക് അനുസരിച്ച് നമ്മൾ ചെയ്ത് ലാസ്റ്റ് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ യെസ്, ഇത് ആ ഇക്വേഷൻ ആണ് എന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പൊ നീ അതുപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പൊ ഒരു പേജിൽ നിർബന്ധമായിട്ടും ഇക്വേഷൻസ് എഴുതി നോക്കണം. ആൻഡ് ദിസ് ഇസ് യുവർ ക്വസ്റ്റ്യൻ. നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ ആൻസർ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എക്സാം ആണ് വരുന്നത്. ഏതെങ്കിലും സബ്ജക്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഫിസിക്സിൽ ഏതെങ്കിലും ടോപ്പിക്കുമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ വേഗം താഴെ കമന്റ് ചെയ്ത് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ബൈ, താങ്ക് യു സോ മച്ച്.